10th പ്രിലിംസ് സ്റ്റേജ് 3 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇന്ത്യ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ DS കോത്താരി ആണ്. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 10 ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ആൻസർ ഓപ്ഷൻ ബി മെറ്റേണിക് ആണ്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ? ആൻസർ ഓപ്ഷൻ ബി കുറുളി ചേകോൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി കൊല്ലം. ഗ്രീൻവിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയുടെ സമയം എത്ര? ആൻസർ ഓപ്ഷൻ സി 7:30 PM. താഴെ പറയുന്നതിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ഇവയെല്ലാമാണ്. ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. പൊതുവരുമാനം, പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. എല്ലാം ശരിയാണ്. ഭരണഘടനയിലെ എത്രാം ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? ആൻസർ ഓപ്ഷൻ ഡി 61. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര. ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകരയാണ്. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതും? ആൻസർ ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ആൻസർ ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉഴപ്പേറിയതുമായ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? ആൻസർ ഓപ്ഷൻ എ ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഏത് ഭൂവിഭാഗത്തെയാണ്? ആൻസർ ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ഭൂതല ഛായാഗ്രഹണം. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത്? ആൻസർ ഓപ്ഷൻ എ ഇന്ദിരാ പോയിന്റ് ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം ഏത്? ആൻസർ ഓപ്ഷൻ ബി പശ്ചിമഘട്ടമാണ്. സ്വാധീനിക്കുന്നതാണ് അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യമാണ്. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 3 ശരിയാണ്. അതായത് താരതമ്യേന വീതി കുറവ് ശരിയാണ്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതിയാണ്, അത് തെറ്റാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു ശരിയാണ്. വീതി താരതമ്യേന കൂടുതൽ, അത് തെറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ആൻസർ ഓപ്ഷൻ എ ആലമുടിയാണ്. ചുവടെ പറയുന്നത് സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ 2 മാത്രം. അത് തെക്കേ ഇന്ത്യയിലെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയാണ് ശരിയല്ലാത്തത്. ശരിയായവയാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. തിരു-കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? ആൻസർ ഓപ്ഷൻ ബി 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ എ ജോനാഥൻ ഡങ്കൻ.
താഴെ പറയുന്ന ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. അതായത് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, അതാണ് ബന്ധമില്ലാത്തത്. ശരിയായവയാണ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഭടാന്തനാണ്. 2024 എഴുത്തച്ഛ പുരസ്കാരം നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ എ NS മാധവനാണ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി ഹാങ്കാങ് ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഉൾപ്പെടുന്നതാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയനാണ്. താഴെ പറയുന്നതിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. ദേശീയഗാനം ജനഗണമന ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ്, അത് തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1911 കൊൽക്കട്ട സമ്മേളനത്തിന് ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലതി ചൗധരി, അത് തെറ്റാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഇതും തെറ്റാണ്. എല്ലാം തെറ്റാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതിയാണ്. താഴെ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1, 3 മാത്രം ശരി. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്, അത് ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ്റെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നു ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും, അത് തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹി, അത് ശരിയാണ്. ഇന്ത്യ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കും, ചേരുംപടി ചേർക്കുക. A4, B1, C2, D3. അതായത് തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള സംരക്ഷണം വകുപ്പ് 21 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21 ഇന്ത്യ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന വകുപ്പ് 32 ഇന്ത്യയിൽ ഭാഷാടിസ്ഥാന സംസ്ഥാനം രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഹസൻ അലിയാണ്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? ആൻസർ ഓപ്ഷൻ ബി മാൻഡമസ് ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി 22 ആണ്. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏത്? ആൻസർ ഓപ്ഷൻ എ കരിമീനാണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി 9 ആണ്. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടിയാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി 3 ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി കല്ലടയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി പാലക്കാടാണ്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ എ വി അബ്ദുൾ റഹ്മാനാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം ആണ്. അയ്യങ്കാളി ജനിച്ചതെന്ന്? ആൻസർ ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28 ആണ്.
EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ വൈക്കമാണ്. താഴെ പറയുന്നതിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്? ആൻസർ ഓപ്ഷൻ സി മഹാദേവ ഗോവിന്ദ റാണയാണ്. സംസ്ഥാന പൊതുസംഘടന കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആര്? ആൻസർ ഓപ്ഷൻ എ KM പണിക്കറാണ്. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തമായ നേതാവിനെ തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ AK ഗോപാലൻ. അതായത് 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ഗാന്ധിജി അരാജകത്വം എന്ന ഗ്രന്ഥം എഴുതിയതാര്? ആൻസർ ഓപ്ഷൻ ഡി ചേറ്റു ശങ്കരൻ നായർ. ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവന ശരിയായവ ഏതല്ല? ആൻസർ ഓപ്ഷൻ 1, 2. കവി കാസി മുഹമ്മദ് എഴുതി സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. 2 ശരിയാണ്. കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു. തെറ്റാണ്. 17-ാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം, അതും തെറ്റാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ബി വടകരയാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ആൻസർ ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആര്? ആൻസർ ഓപ്ഷൻ സി ഷൺമുഖ ഷെട്ടിയാണ്. കൊച്ചി രാജ പ്രജാമണ്ഡല നേതാക്കളാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഇഖണ്ഡ വാര്യർ, S നീലകണ്ഠ അയ്യർ. കേരള സംസ്ഥാന രൂപീകരണവുമായി തിരുവിതാംകൂർ 4 താലൂക്കുകളിൽ മദിരാശി സംസ്ഥാനം വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്ന ഏത്? ആൻസർ ഓപ്ഷൻ ബി അഗസ്തീശ്വരം. 4 മദിരാശി സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്നതാണ് കുന്നത്തൂർ, മാവേലിക്കര, ചിറയൻകീഴ്. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ ബി വിഷാന്തതയാണ്. താഴെ പറയുന്നത് ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഹീമോഫിലിയാണ്. ജീവിതശൈലി രോഗമാണ് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം. നിശബ്ദ വസന്തം സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര്? ആൻസർ ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൺ. താഴെ പറയുന്നതിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ പെരിയാറാണ്. വന്യജീവി സങ്കേതമാണ് പെരിയാർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? ആൻസർ ഓപ്ഷൻ ബി ഇനാമലാണ്. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ആൻസർ ഓപ്ഷൻ സി ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ കരളാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമേത്? ആൻസർ ഓപ്ഷൻ ഡി പ്രിയങ്കയാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം? ആൻസർ ഓപ്ഷൻ സി 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 5 ലക്ഷം രൂപ. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. മുകളിൽ തന്നിരിക്കുന്ന പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി തന്നിരിക്കുന്നതിൽ 2, 3 മാത്രം ആണ് പ്രവൃത്തിയുടെ പോസിറ്റീവായ സന്ദർഭങ്ങൾ. അതായത് ഒരു കല്ല് മുകളിൽ നിന്ന് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി അത് പോസിറ്റീവ് അല്ല. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. ഒരു കല്ലിൽ മുകളിൽ നിന്ന് എറിയുമ്പോൾ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തിയും പോസിറ്റീവ് സന്ദർഭങ്ങളാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്
എഫിനും പിക്കും ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 90 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ 310 കെൽവിനാണ്. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ വാക്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി, u² v² - 2as ആണ്. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി, രാസോർജം ഗതികോർജമാകും. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നതാണ്. ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവന നൽകിയിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി, തന്നിരിക്കുന്ന 2 മാത്രമാണ് തെറ്റ്. അത് ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്ന തെറ്റാണ്. ശരിയായവയാണ് ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. തന്നിരിക്കുന്നതിൽ നിന്നും ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോം നമ്പറുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യാസ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അറ്റോമിക് സംഖ്യ 8 ആയ മൂലകമാണ്. ആൻസർ ഓപ്ഷൻ ഡി, O ആണ്. ഓക്സിജൻ. 15 + 33 ÷ 11 × 12 ÷ 3 - 10. ആൻസർ ഓപ്ഷൻ ബി, 17 ആണ്. 36² / 6² എത്ര? ആൻസർ ഓപ്ഷൻ എ, 36 ആണ്. √0.44 എന്ന ദശാംശ രൂപം എത്ര? ആൻസർ ഓപ്ഷൻ എ, 0.666 ആണ്. 1.5² × 0.2² എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 009 ആണ്. 52 കിലോമീറ്റർ/മണി ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ 6 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാൻ കഴിയും? ആൻസർ ഓപ്ഷൻ 312 കിലോമീറ്ററാണ്. 0, 1, 1, 2, 3, 5 അടുത്ത സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ബി, 13 ആണ്. ഒരാൾ 1500 രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുന്ന 12% ലാഭം ലഭിക്കണമെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ എ, 1344 രൂപയാണ്. 2 1/2 - 1/8 - 1/16. ആൻസർ ഓപ്ഷൻ ബി, 37/16 ആണ്. ഒരു ക്ലാസ്സിലെ 35 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 ആണ്. ടീച്ചറെ കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 12 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ സി, 47 ആണ്. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക. ആൻസർ ഓപ്ഷൻ ഡി, 315. കേരളയുടെ കോഡ് JFQB ആയാൽ ഒഡീഷയുടെ കോഡ് എത്ര? ആൻസർ ഓപ്ഷൻ NESTGB ആണ്. 50 കുട്ടികളുള്ള ക്ലാസ്സിൽ അനുവിൻ്റെ റാങ്ക് 20 ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിൻ്റെ സ്ഥാനം എത്ര? ആൻസർ ഓപ്ഷൻ ബി, 31 ആണ്. 5 എന്ന് പറഞ്ഞാൽ 126 9 എന്ന് എത്ര? ആൻസർ ഓപ്ഷൻ 730 ആണ്. ഒറ്റയാണ് കണ്ടെത്തുക. 146 156 176 190. ആൻസർ ഓപ്ഷൻ ഡി, 196 ആണ്. 5 + 6 ÷ 6 - 2 × 10 വില എത്ര? ആൻസർ ഓപ്ഷൻ ബി, 23 ആണ്. 2/3 + x = 5/6. എക്സിൻ്റെ വില എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 1/6 ആണ്. ഒരാൾ നേർരേഖയിൽ 5 മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർരേഖയിൽ തന്നെ ലംബമായി 12 മീറ്റർ വടക്കോട്ടും നടന്നു. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്തും ആദ്യ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 13 ആണ്. പുസ്തകങ്ങൾ ലൈബ്രറി, സിനിമ എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ ബി, തിയേറ്റർ ആണ്. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി? ആൻസർ ഓപ്ഷൻ സി, അമ്മാവനാണ്. മനുവിന് ബിനുവിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം മനുവിൻ്റെ പ്രായം ബിനുവിൻ്റെ പ്രായത്തിൻ്റെ 2 മടങ്ങാകും. ഇപ്പോൾ മനുവിൻ്റെ പ്രായം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 19 ആണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.